ഹായ് ഫ്രണ്ട്സ്, PSC സംബന്ധമായ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. 1773 ബ്രിട്ടീഷ് പാർലമെൻറ്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയത് 1773. അത് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു ആക്ട് പാസ്സാക്കിയത്. അതുപ്രകാരം ധാരാളം ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരെ ഇവിടെ നിയമിച്ചു. നോക്കുക, വാറൻ ഹേസ്റ്റിംഗ് 1772 മുതൽ 1785 വരെയാണ് വാറൻ ഹേസ്റ്റിങ്സ് പ്രഭുവിനെ നിയമിച്ചത്. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ നോക്കാം. ബംഗാളിലെ ദ്വിഭരണം അവസാനിപ്പിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ഭൂനികുതി വാർഷിക നികുതിയാക്കി മാറ്റാൻ തീരുമാനിച്ചു. വർഷത്തിലൊരിക്കൽ നികുതി നൽകിയാൽ എന്നുള്ള മാറ്റം വരുത്തിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ്. വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്ത്. 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഓർക്കുക, ആദ്യത്തെ നമുക്കറിയാത്ത പത്രമാണ് ബംഗാൾ ഗസറ്റ്. അത് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് 1780. ദിവാനി അദാലത്ത് എന്ന സിവിൽ കോടതികളും ഫൗജദാരി അദാലത്ത് എന്ന ക്രിമിനൽ കോടതികളും ആരംഭിച്ചു. ഓർക്കുക, വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ദിവാനി അദാലത്ത്, അത് സിവിൽ കോടതി, അതേപോലെ ഫൗജദാരി അദാലത്ത്, അത് ക്രിമിനൽ കോടതിയും ആരംഭിച്ചു. സദർ ദിവാനി അദാലത്ത്, സദർ നിസാമത്ത് അദാലത്ത് എന്നീ അപ്പീൽ കോടതികളും ആരംഭിച്ചു. ഇന്ത്യയിൽ നീതിന്യായ ഭരണ സംവിധാനത്തിന് അടിത്തറയിട്ടത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതായത് നിയമത്തിന് ഒരു നീതിന്യായം ഇതിന് അടിത്തറയിട്ടത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ നടത്തി വന്ന സ്വകാര്യ വ്യാപാരം അവസാനിപ്പിച്ചതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ സ്ഥാപകനാണ് വാറൻ ഹേസ്റ്റിങ്സ്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണം അവസാനിച്ചത്. നോക്കുക, അടുത്ത ആളാണ് കോൺവാലിസ് പ്രഭു. 1786 മുതൽ 93 വരെ. ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. രണ്ടാമത്തെ ആളാണ് കോൺവാലിസ്. 1786 മുതൽ 93 വരെ. അദ്ദേഹം മുൻസിഫ് കോടതികൾ ആരംഭിച്ചത് കോൺവാലിസ്. അതേപോലെ പോലീസ് സംവിധാനം, റെഗുലർ പോലീസ് സംവിധാനം ആരംഭിച്ചതും കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് കോൺവാലിസ് പ്രഭുവിനെയാണ്. ഓർക്കുക, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് കോൺവാലിസ് പ്രഭുവിനെ. അടുത്തത് സർ ജോൺ ഷോ 1793 മുതൽ 98 വരെ. അഹമ്മദ് ഷാ അബ്ദാലിയുടെ പൗത്രനായ സമർ ഷാ ഇന്ത്യ ആക്രമിച്ചത് ഈ സർ ജോൺ ഷോറിൻ്റെ കാലത്താണ്. ഓർക്കുക, അടുത്തത് വെല്ലസ്ലി പ്രഭു 1798 മുതൽ 1805 വരെ. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി. കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചതും വെല്ലസ്ലി. ഓർക്കുക, കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോളേജ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അക്ബർ എന്ന് വിശേഷിപ്പിക്കുന്നത് വെല്ലസ്ലി പ്രഭുവിനെ. മദ്രാസ് പ്രസിഡൻസി സ്ഥാപിച്ചതും വെല്ലസ്ലി പ്രഭുവിൻ്റെ കാലത്താണ്. ഓർക്കുക, 1798 മുതൽ 1805 വരെ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തിയാണ് വെല്ലസ്ലി പ്രഭു. അടുത്ത ആളാണ് ജോർജ് ബാർലോ. 1805 മുതൽ 7 വരെയുള്ള കാലഘട്ടത്തിൽ. 1805 1807 വെല്ലൂർ ലഹള നടന്ന ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അടുത്ത വ്യക്തി മിൻറ്റോ പ്രഭു 1. 1807 മുതൽ 13 വരെ.
1809 മഹാരാജ രഞ്ജിത് സിംഗുമായി അമൃത്സർ സന്ധി ഒപ്പുവെച്ചു. അടുത്തത് പ്രധാനപ്പെട്ട ആൾ ഹേസ്റ്റിങ്സ് പ്രഭു. സർ തോമസ് മൺറോയെ മദ്രാസ് പ്രവിശ്യയിൽ റേറ്റുവാരി സമ്പ്രദായം നടപ്പിലാക്കി. ഈ കാലത്താണ്, ഹേസ്റ്റിങ്സ് പ്രഭുവിൻ്റെ കാലത്താണ് റേറ്റുവാരി സമ്പ്രദായം മദ്രാസ് പ്രവിശ്യയിൽ നടപ്പിലാക്കിയത്. ഇന്ത്യൻ വ്യാപാരത്തിൽ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ചു. പേഷ്വാസ്ഥാനം നിർത്തലാക്കിയത് ഹേസ്റ്റിങ്സ് പ്രഭു. പിണ്ടാരി യുദ്ധം നടന്നത് ഹേസ്റ്റിങ്സ് പ്രഭുവിൻ്റെ കാലത്താണ്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയതും ഹേസ്റ്റിങ്സ് പ്രഭുവിൻ്റെ കാലത്താണ്. ജെയിംസ് തോംസൺ ആണ് നടപ്പിലാക്കിയത്. സാമന്ത ഏകാകിത നയം നടപ്പിലാക്കിയതും ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. അടുത്തത് ആമേഴ്സ് പ്രഭു. 1823 മുതൽ 28 വരെ. ഒന്നാം ബർമ യുദ്ധം നടന്നത് ഈ കാലത്താണ്. ഒന്നാം ബർമ യുദ്ധം ആമേഴ്സ് പ്രഭുവിൻ്റെ കാലത്ത്. അടുത്തത് വില്യം ബെൻഡിക് പ്രഭു. 1828-1835. സതി നിരോധിച്ച വ്യക്തിയാണ് വില്യം ബെൻഡിക് പ്രഭു. 1829 ഡിസംബർ 4. ഓർക്കുക, 1829 ഡിസംബർ 4-നാണ് സർ വില്യം ബെൻഡിക്ക് സതി നിരോധിച്ചത്. അതുപോലെ ശിശുഹത്യ നിരോധിച്ചതും വില്യം ബെൻഡിക്കാണ്. വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരെ ഉയർന്ന പദവികളിൽ നിയമിച്ചതും വില്യം ബെൻഡിക്കാണ്. ഇന്ത്യയിലെ അധ്യയന മാധ്യമം ഇംഗ്ലീഷാക്കി 1935 വില്യം ബെൻഡിക്കാണ് ഇന്ത്യയിലെ അധ്യയന മാധ്യമം ഇംഗ്ലീഷാക്കിയത്. ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചതും വില്യം ബെൻഡിക് പ്രഭുവാണ്. അത് കൊൽക്കട്ടയിലാണ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. തഗ്ഗുകൾ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ കൊള്ളക്കാരെ അമർച്ച ചെയ്തതും വില്യം ബെൻഡിക്കാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഗവർണർ ജനറലും വില്യം ബെൻഡിക്കാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം. ഓർക്കുക, സതി നിരോധിച്ചു, ശിശുഹത്യ നിരോധിച്ചു, വിദ്യാസമ്പന്നർക്ക് ഉയർന്ന പദവികൾ നൽകി, ഇന്ത്യയിലെ അധ്യയനം മാധ്യമം ഇംഗ്ലീഷാക്കി. 1935 ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെ അധ്യയനം നടത്താമെന്ന് നിയമം കൊണ്ടുവന്നത്. അടുത്ത ആള് സർ ചാൾസ് മെറ്റ്കാഫ്. ലിബറേറ്റർ ഓഫ് ദി പ്രസ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തിന്മേലുള്ള നിയന്ത്രണം നീക്കം ചെയ്ത വ്യക്തിയാണ് സർ ചാൾസ് മെറ്റ്കാഫ്. 1835 മുതൽ 36 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അടുത്തത് ഓക്ലാൻഡ് പ്രഭു. 1836 മുതൽ 42 വരെയുള്ള കാലഘട്ടത്തിൽ അഫ്ഗാൻ യുദ്ധം ആരംഭിച്ചതും ഈ കാലത്ത്. എല്ലൻ ബോറ പ്രഭു. 1942-44 കാലഘട്ടം അഫ്ഗാൻ യുദ്ധം അവസാനിച്ചു. അടിമത്വം നിരോധിച്ച് എല്ലൻ ബോറ പ്രഭു സിന്ധ് ബ്രിട്ടീഷ് ഇന്ത്യയോടുകൂടി കൂട്ടിച്ചേർത്തു. അടുത്തത് ഹർഡിഞ്ച് പ്രഭു. ലാഹോർ ഉടമ്പടി ഒപ്പുവെച്ചു സിഖുകാരുമായിട്ട് 1846. നമുക്ക് അടുത്തത് ഡൽഹൌസി പ്രഭു. 1848-1856 കാലഘട്ടം. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നതാണ് ഡൽഹൌസി പ്രഭു. വുഡ് ഡെസ്പാച്ച് പ്രസിദ്ധീകരിച്ചത് വെല്ലസ്ലി പ്രഭുവിൻ്റെ കാലത്താണ്. 1854. സാങ്കേതിക വിദ്യാഭ്യാസത്തിനും ചരിത്ര ഗവേഷണത്തിനും പുരാവസ്തു ഗവേഷണത്തിനും അടിത്തറയിട്ടത് ഡൽഹൌസി പ്രഭുവാണ്. റെയിൽവേ, ടെലഗ്രാഫ് എന്നീ സംവിധാനങ്ങൾ ആരംഭിച്ചതും ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ്. ഓർക്കുക, വുഡ് ഡെസ്പാച്ച്, അതേപോലെ റെയിൽവേ, ടെലഗ്രാഫ്, സാങ്കേതിക വിദ്യാഭ്യാസം. 1853 ബോംബെ മുതൽ താന വരെയുള്ള ആദ്യത്തെ റെയിൽപാത ഉദ്ഘാടനം ചെയ്തതും വെല്ലസ്ലി പ്രഭുവാണ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചതും അദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1853 ബോംബെ മുതൽ താന വരെയുള്ള ആദ്യത്തെ റെയിൽപാത ഉദ്ഘാടനം ചെയ്തത് ഡൽഹൌസി പ്രഭുവാണ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചതും ഡൽഹൌസി പ്രഭുവാണ്. 1854 ഗംഗാ കനാൽ തുറന്നു കൊടുത്തത് ഡൽഹൌസി. ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്ന ഹിന്ദുക്കൾക്ക് സ്വത്തവകാശം നൽകണം എന്ന് പറഞ്ഞതും ഡൽഹൌസി. ഗവർണർ ജനറൽമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി. പഞ്ചാബ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതും ഡൽഹൌസി പ്രഭുവാണ്. ഓർക്കുക, ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കി
പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചു. റെയിൽവേ ടെലിഗ്രാഫ് സംവിധാനങ്ങൾ ആരംഭിച്ചു. വുഡ് ഡെസ്പാച്ച്, അതുപോലെ ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ്, ഇതൊക്കെ ഡൽഹൗസി പ്രഭുവാണ്. ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഡൽഹൗസിയുടെ കാലത്താണ്. സിംലയെ വേനൽക്കാല തലസ്ഥാനമാക്കി. അതേപോലെ സാന്താൾ കലാപം നടന്നത് 1855, അതും ഡൽഹൗസി പ്രഭുവിൻ്റെ കാലത്താണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയതും ഡൽഹൗസിയാണ് 1856. അടുത്ത ആളാണ് കാനിങ് പ്രഭു, 1856-57. 1857 കൽക്കത്ത, മദ്രാസ്, ബോംബെ എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ചത് കാനിങ് പ്രഭുവാണ്. ഓർക്കുക, കൽക്കത്ത, മദ്രാസ്, ബോംബെ ഈ 3 ഇടങ്ങളിലും 1857 സർവകലാശാലകൾ സ്ഥാപിച്ചത്. അത് കാനിങ് പ്രഭുവാണ്. 1857 മറ്റൊരു പ്രത്യേകം നമുക്കറിയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. ഓർക്കുക, ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് ഗവർണർ ജനറലുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്.